വിഭഞ്ചികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം UAE-യിൽ സംസ്കരിക്കാൻ തീരുമാനം. അതേസമയം വിഭഞ്ചികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും. ദുബൈയിൽ നടന്ന ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ചർച്ചയിലാണ് തീരുമാനം. വിഭഞ്ചികയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മരണം ആത്മഹത്യ തന്നെയാണെന്നാണ് കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. കൂടുതൽ വിശദാംശങ്ങളുമായി വിനീഷാണ് ചേരുന്നത്. വിനീഷ, എന്തൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്? അശ്വതി, കൊല്ലം സ്വദേശിനിയായ വിഭഞ്ചികയും കുഞ്ഞും ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് വിട്ടിരിക്കണമെന്നാവശ്യപ്പെട്ട് ശൈലജയും വിഭഞ്ചികയുടെ സഹോദരനും ഷാർജ അധികൃതർക്ക് നിവേദനം നൽകിയിരുന്നു. എന്നാൽ ദുബൈയിൽ നടന്ന ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ചർച്ചയിൽ വിഭഞ്ചികയുടെ 1.5 വയസ്സുകാരി വൈഭവിയുടെ സംസ്കാരം ഷാർജയിൽ തന്നെ നടത്താനാണ് തീരുമാനമായിരിക്കുന്നത്. വിഭഞ്ചികയുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണം ആത്മഹത്യ തന്നെയെന്നാണ് കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. വിഭഞ്ചികയുടെ 1.5 വയസ്സുകാരി വൈഭവിയുടെ അവകാശം പിതാവ് നിതീഷനായതിനാൽ പിതാവിന്റെ ആവശ്യം നിരസിക്കാനാകില്ല എന്ന ഒരു അറിയിപ്പാണ് വിഭഞ്ചികയുടെ കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചത്. അത്തരത്തിലുള്ള നടപടിയാണ് സംഭവിച്ചത്. ശൈലജയുടെ പരാതിയിൽ കേരളത്തിൽ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കാനിരിക്കെയാണ്. അതുപോലെ തന്നെ വിഭഞ്ചികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ റീപോസ്റ്റ്മോർട്ടം അടക്കം നടത്തണമെന്ന് ബന്ധുക്കളും ആവശ്യപ്പെടുന്നുണ്ട്. ശൈലജയുടെ പരാതിയിലും അത് തന്നെ സൂചിപ്പിക്കുന്നുമുണ്ട്. കുട്ടിയുടെ സംസ്കാരം കഴിഞ്ഞാൽ ഉടൻ തന്നെ വിഭഞ്ചികയുടെ മൃതശരീരം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. അശ്വതി, ശരി. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.